بسم الله الرحمن الرحيم. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1416 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായമായ സൂറത്തു സജ്ദയിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. صدق الله العلي العظيم. സൂറത്തു സജ്ദയിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ദൈവിക ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എതിർപ്പുകളും ശത്രുതയും ഒപ്പമാകുന്നതിന്റെ മുമ്പുള്ള ഒരു ഘട്ടത്തിലാണ് സൂറത്തു സജ്ദ അവതരിക്കുകയുണ്ടായത് എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. 30 ആയത്തുകളാണ് ഈ സൂറത്തിൽ ആകെ ഉള്ളത്. ഇതിലെ 15-ാമത്തെ സൂറത്തില് 15-ാമത്തെ ആയത്തില് സുജൂദ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സുജൂദിന്റെ ആയത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഈ സൂറത്തിന് ആ പേര് വന്നിട്ടുള്ളത് എന്നും നമ്മൾ കാണുകയുണ്ടായി. ഈ സൂറത്തിന്റെ ഉള്ളടക്കം പൊതുവായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനെ തുടർന്ന് സൂറത്തിന്റെ പഠനം ആരംഭിക്കുകയാണ്. ആദ്യത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ മറ്റു പല സൂറത്തുകളിലെയും പോലെ 3 അക്ഷരങ്ങളെ മുഖത്താഴത്തുകൾ കൊണ്ട് ആണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. അലിഫ് ലാം മീം. ഈ വിധത്തില് തുടങ്ങുന്ന പല സൂറത്തുകളും വിശുദ്ധ ഖുർആനിലുണ്ട്. അതില് ചിലതില് ഈ അക്ഷരങ്ങള് ആദ്യത്തെ ആയത്തിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില സൂറത്തുകളിൽ ഈ 3 അക്ഷരങ്ങൾ തന്നെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ തന്നെ ഒരായത്തായിട്ട് പരിഗണിക്കപ്പെടുന്ന വിധത്തിലും ഉണ്ട്. ഇവിടെ ഈ 3 അക്ഷരങ്ങൾ സൂറത്തുൽ ബഖറയിലേതുപോലെ ഒരായത്താണ്. ഈ സൂറത്തിന്റെ താളവും അതിന്റെ പ്രമേയവും ഒക്കെ സെറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള 3 അക്ഷരങ്ങളായിട്ടാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ ഒരായത്ത് വരുന്നത്. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഈ 3 അക്ഷരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് അല്ലാഹു ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ. ഇത് ദൈവികമായ അവതരണമാണ്, തൻസീലാണ്. തൻസീൽ എന്ന് പറഞ്ഞാൽ അവതരണം എന്നാണ് അതിന്റെ ആശയം. അൻസല എന്ന് പറഞ്ഞാൽ അവൻ ഇറക്കി അവതരിപ്പിച്ചു എന്നൊക്കെയാണ്
തൻസീലുൽ കിതാബ്, ഇത് വേദഗ്രന്ഥത്തിന്റെ അവതരണമാണ്, വേദാവതരണമാണ്. തുടർന്ന് പറയുന്ന ലാ റൈബ ഫീഹി, ഒരു സന്ദേഹവുമില്ല, ഒരു സന്ദേഹവും വേണ്ടതില്ല, ഒരു സംശയവും വേണ്ടതില്ല. മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനിൽ നിന്നുള്ളതാണ്. അപ്പോ ഈ വെളിപ്പാടിന്റെ ഈ ഭാഗം, ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വളരെ ആധികാരികതയോടുകൂടി ഒരു പ്രസ്താവന നടത്തുകയാണ്. പല സൂറത്തുകളുടെയും തുടക്കം അങ്ങനെയാണ്. ഇത് ദൈവിക വെളിപ്പാടാണ്, വേദഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന വാക്യങ്ങളാണ് എന്ന വിധത്തില് തെളിമയോടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തുടർന്ന് വിഷയത്തിലേക്ക് വരുന്നത്. പല സൂറത്തുകളിലും ഇങ്ങനെ ഒരു തുടക്കത്തിൽ ഇങ്ങനെ ഒരു ശൈലി കാണാൻ സാധിക്കും. അവ്യക്തതകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമോ പ്രസ്താവനയോ അല്ലെങ്കിൽ അവരുടെ വാക്യങ്ങളോ ഒന്നുമല്ല. പ്രപഞ്ചങ്ങളുടെ നാഥന്, ഉലകങ്ങളുടെ നാഥന് മനുഷ്യരാശിയോട് അറിയിക്കാനുള്ള കാര്യം ദൈവികമായ ഈ അവതരണത്തിലൂടെ, വെളിപ്പാടിലൂടെ അവതരിപ്പിക്കപ്പെടുകയാണ് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്താണ് സംഗതി എന്നത് വെളിപ്പെടുത്തി പറയുകയാണ്. ഒരു മുഫസ്സിർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സമീപകാലം വരെ വളരെ സജീവമായി ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു പ്രതിഭാസമാണല്ലോ നമ്മളുടെ റേഡിയോ പ്രക്ഷേപണങ്ങളൊക്കെ. റേഡിയോ പ്രക്ഷേപണങ്ങളുടെ തുടക്കത്തില് നമ്മള് ആകാശവാണി കോഴിക്കോടുന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിലയങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവിടുന്നുള്ള വാർത്താ ബുള്ളറ്റിനാണ് എന്ന വിധത്തില് തുടക്കത്തിൽ അനൗൺസ് ചെയ്യുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആളെ കാണുന്നില്ല, ആ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അപ്പോ അത് എവിടുന്നാണ്, ആരാണ്, അതിന്റെ ഓതന്റിസിറ്റി എന്താണ് എന്നതൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു ശൈലി അവിടെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശൈലി ഇവിടെ വിശുദ്ധ ഖുർആന്റെ ഈ വിവരണത്തിലുണ്ട്. ആകാശവാണിയും അതുപോലെ റേഡിയോ നിലയങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആന്റെ അവതരണം കഴിഞ്ഞ് ഒരു 1300-400 വർഷങ്ങളൊക്കെ പിന്നിട്ടതിന് ശേഷമാണ് വരുന്നത്. പക്ഷെ ഇതില് ഈ ഭാഷണം തുടങ്ങുമ്പോ ആരാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്, എന്ത് താല്പര്യത്തിലാണ് എന്നതൊക്കെ വെളിപ്പെടുത്തുന്ന, വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയാണ് സൂറത്തിന്റെ തുടക്കത്തിലുള്ളത്. അത് മറ്റു ഭാഷണങ്ങളിൽ നിന്ന്, കവിത, കഥ, അതുപോലെ ഉപന്യാസമൊക്കെ പോലെയുള്ള മറ്റ് ട്രീറ്റിസിൽ നിന്ന്, ഡിസ്കോഴ്സസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവിക വെളിപ്പാടുകളെ വളരെ വ്യത്യസ്തമായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തുടക്കത്തിൽ തന്നെ. അലിഫ് ലാം മീം തൻസീലുൽ കിതാബി, ഇത് വേദഗ്രന്ഥത്തിന്റെ അവതരണമാണ്, കിതാബിന്റെ അവതരണമാണ്. ലാ റൈബ ഫീഹി, ഒരു സംശയവും വേണ്ടതില്ല. ഊന്നി പറയുകയാണ് കാര്യം. അവ്യക്തതയോ സംശയമോ ഒന്നും നിലനിൽക്കേണ്ടതില്ല. ഇത് ദൈവിക വെളിപ്പാടാണ്, വെളിപ്പാട് രൂപത്തിലുള്ള ദൈവിക ഗ്രന്ഥത്തിന്റെ അവതരണമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മിർ റബ്ബിൽ ആലമീൻ, ഇതിനൊരു മേൽവിലാസമൊക്കെ ഉണ്ട്. എവിടുന്നോ ആരോ കേൾക്കുന്ന ശബ്ദം പോലെയല്ല, ആധികാരികതയോടുകൂടി പ്രപഞ്ചങ്ങളുടെ നാഥൻ, ലോകങ്ങളുടെ നാഥൻ കേൾപ്പിക്കുന്ന ദൈവിക വെളിപ്പാടുകളാണ്, വേദഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തികഞ്ഞ ആധികാരികതയും വ്യക്തതയും വരുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു ആരോപണം, അത് ഉയർത്തിയിരുന്ന ഒരു പ്രതിസന്ധിയും ആ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്
അതിനോടൊരു പ്രതികരണം നടത്തുകയാണ് തുടർന്നുള്ള 3-ാമത്തെ ആയത്തിൽ. അം യഖൂലൂന, ഈ ആളുകൾ പറയുന്നുണ്ടോ, ജനങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഇഫ്തറാഹു, അദ്ദേഹം അത് സ്വയം ചമച്ചുണ്ടാക്കിയതാണ് എന്ന്. വേദഗ്രന്ഥം എന്ന നിലക്ക് കൽപ്പിക്കപ്പെടുന്ന വാക്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് ചമച്ചുണ്ടാക്കിയതാണ് എന്ന് ജനങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? എങ്കിൽ ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക, അങ്ങനെയല്ല, ഒരിക്കലും തന്നെ അങ്ങനെയല്ല. അത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമാണ്. നിന്റെ നാഥന്റെ അടുക്കൽ നിന്ന്, പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് പറയുന്നത് അള്ളാഹു ആണ്, കേൾപ്പിക്കപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടക്കുള്ള ഒരു വിഷയം, ജനങ്ങൾ മക്കയിലെ അനുവാചക സമൂഹമായിട്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവര് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. ഇത് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് തന്നെയുള്ള വെളിപ്പാടാണ് എന്നാണ് ഇവിടെ സംശയമില്ലാത്ത വിധത്തിൽ തറപ്പിച്ച് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോ അത് തറപ്പിച്ച്, അങ്ങനെയല്ല, ഇത് അള്ളാഹുവിൽ നിന്നുള്ള സത്യം അവതരിക്കുന്നതാണ് എന്ന വിധത്തിൽ പറഞ്ഞാൽ മതിയോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. അതില് ഒന്നാമതായിട്ട്, ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുത എന്താണ് എന്നത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ആ പറയുന്ന കാര്യം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ അതിനുള്ള പിൻബലമായിട്ട് എന്താണ് അവതരിപ്പിക്കപ്പെടുന്നത്, അതാണ് പരിശോധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവിക വാക്യങ്ങൾ അദ്ദേഹം സ്വന്തം നിലക്ക് ചമച്ചുണ്ടാക്കിയതല്ല എന്നതിന് പ്രത്യേകിച്ച് തെളിവൊന്നും അവതരിപ്പിക്കേണ്ട കാര്യം നിലനിൽക്കുന്നില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുറംനാട്ടുകാരനായിരുന്നില്ല. അവർക്ക് നന്നായിട്ട് അറിയാം, മക്കയിലെ ആളുകൾക്ക് നന്നായിട്ട് അറിയാം, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളല്ല എന്ന്. കാരണം അദ്ദേഹത്തിന്റെ ഭാഷയും ശൈലിയും, സംസാരത്തിലുള്ള അദ്ദേഹത്തിന്റെ ശൈലിയും അദ്ദേഹം ആളുകളുമായി പങ്കുവച്ചിരുന്ന ആശയങ്ങളും ഒന്നും തന്നെ ഇതുപോലെയുള്ളതായിരുന്നില്ല. അദ്ദേഹം പിന്നിട്ട 40 വർഷങ്ങൾക്കുള്ളിൽ ഒരിക്കൽ പോലും പറയുകയോ പങ്കുവെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ശൈലിയിലും ആശയഗാംഭീര്യത്തിലുമാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആന്റെ വളരെ വ്യത്യസ്തതയുള്ള ശൈലി, ആ ശൈലിയിൽ ഒരാഖ്യാനവും ലോകത്ത് നേരത്തെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല എന്ന് മാത്രമല്ല, ലോകത്ത് അങ്ങനൊരു ആഖ്യാനം ഒരാളും തന്നെ ചെയ്തിട്ടില്ല. ഈ ഖുർആന്റെ അവതരണത്തിന് ശേഷവും ഒരാൾക്കും സമാനമായ ഒരു ആഖ്യാനം നിർവഹിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ള ഗാംഭീര്യം അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ, ഗംഭീരമായ വളരെ സമഗ്രമായ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്ന ആളായിരുന്നില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, അദ്ദേഹത്തെ വ്യതിരക്തനാക്കിയിരുന്നത് ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ തന്നെ മക്കയിലെ സമകാലികരായ ആളുകളിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിരക്തനാക്കിയിരുന്ന സംഗതി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശംസനീയമായ സ്വഭാവ ഗുണങ്ങൾ, അദ്ദേഹത്തിന്റെ സത്യസന്ധതയൊക്കെയായിരുന്നു. ഒരിക്കൽ പോലും ഒരാവശ്യത്തിനും തമാശക്ക് പോലും കളവ് പറയാതിരുന്ന പ്രവാചകൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇത് ദൈവിക വെളിപ്പാടാണ്,
വെളിപാടിന്റെ അവതരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് ആ പറയുന്ന വിധത്തിൽ ആവാതിരിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രകൃതം എന്താണ്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു എന്നതൊക്കെ ആ സമൂഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ദൈവിക വെളിപാടുകൾ കേൾപ്പിക്കപ്പെടുമ്പോൾ അത് മുഹമ്മദ് നബി സ്വയം ചമച്ചുണ്ടാക്കിയതാണ് എന്ന് ആളുകൾ പറയുന്നുവെങ്കിൽ അതില് അങ്ങനെ അവർ പറയുന്നതിന് വേറെ ചില കാരണങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. രണ്ട് സാധ്യതയാണല്ലോ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുമ്പോൾ സാധ്യതയുള്ളത്. ഒന്നുകിൽ ഈ അവതരിപ്പിക്കപ്പെടുന്ന സംഗതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്കുണ്ടാക്കിയിട്ട് പറഞ്ഞിട്ട് അത് അള്ളാഹു ഇറക്കിയതാണ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുമല്ലോ. ഈ ആരോപണം ഉന്നയിക്കുന്നത് കഴമ്പുള്ളതാണ് എന്ന വിധത്തിലായിട്ട് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കള്ളം പറയുന്ന, വ്യാജം ചമച്ചുണ്ടാക്കി പറയുന്ന ഒരു സ്വഭാവം ഉള്ള ആളാണെങ്കിൽ ന്യായമായിട്ടും ഈ പറയുന്ന സംഗതി ശരിയാവും. ഇതാണല്ലോ ഒരു സാധ്യത. മറിച്ച് ഒരു സാധ്യതയുള്ളത് ഈ കേൾപ്പിക്കപ്പെടുന്ന സമൂഹം, ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന സമൂഹം അവരുടെ താല്പര്യങ്ങൾക്കെതിരില് പല സംഗതികളും ഈ ഖുർആൻ പറയുന്ന കാര്യങ്ങളിലുണ്ട് എന്നതിനാൽ അവരുടെ താല്പര്യങ്ങളുമായിട്ട് ഒരു ക്ലാഷ് വരുന്നത് കാരണമായിട്ട് അവര് ഒരു ആക്ഷേപമായിട്ട്, ആരോപണമായിട്ട് ഉന്നയിക്കുന്നതാവാം. ഇത് നമുക്ക് നിത്യേന നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലെ അന്തിച്ചർച്ചകളിലൊന്ന് കാതുകൂർപ്പിച്ചാൽ മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനോട് വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ സത്യം പറയുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ പലപ്പോഴും ഒരാൾ പോലും ഇല്ല എന്ന് തോന്നുന്ന ഒരു അനുഭവമായിരിക്കും നമുക്കൊക്കെ ഉണ്ടാവുക. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ആളും അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ നിലപാടുകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ വളരെ പ്രകടമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്ന കാണാം. സത്യമല്ല എന്നുള്ളത് കേൾക്കുന്നവർക്ക് അറിയാം, പറയുന്ന ആൾക്കും അറിയാം, ആ സെഷൻ അവതരിപ്പിക്കുന്ന ആങ്കർക്കും അറിയാം. എന്നാൽ പോലും ഇവര് പച്ചക്കള്ളം ആവർത്തിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുന്നയിക്കുന്ന ആരോപണങ്ങൾ തീർത്തും ബേസ്ലെസ് ആണ് എന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. എല്ലാവർക്കും അറിയാം, കേൾക്കുന്നവർക്കും ആ പരിപാടി വീക്ഷിക്കുന്നവർക്കും അതുപോലെ ആങ്കർക്കും ഒക്കെ നന്നായിട്ട് അറിയുന്ന സംഗതിയായി. പക്ഷെ ഈ കള്ളം അവര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമ്മൾ ആലോചിച്ചാൽ അത് അവരുടെ നിലനിൽപ്പാണ്, അവരുടെ സംഘടനയുടെ നയം തുടങ്ങിയ കാര്യങ്ങളിൽ അവരുടെ താല്പര്യങ്ങള് ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാര്യങ്ങളെ അവർ വളച്ചൊടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരം. അതിൽ ഭയങ്കര സാമർഥ്യം കാണിക്കുന്ന ധാരാളം ആളുകള് വലിയ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും. കള്ളം പറഞ്ഞുകൊണ്ടോ കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടോ മാത്രം അവരുടെ തലങ്ങളെ, അവരുടെ നിലപാടുകളെ, അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ സംഘടനയെ ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് നിരന്തരം അവരുടെ പല സംഗതികളുമായിട്ട്, അവരുടെ നിലപാടുകളും വിശ്വാസവും അവരുടെ രീതികളും ഒക്കെ ആയിട്ട് അത് സംഘട്ടനത്തിലാണ്, സംഘർഷത്തിലാണ് എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളോട് സംഘർഷപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഈ വെളിപ്പാടിലൂടെ വരുമ്പോ അതിനെ നേരിടാൻ നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെയുള്ള പൊള്ളയായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. അതിന്റെ ഭാഗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ചമച്ചുണ്ടാക്കിയതാണ് ഈ ദൈവിക വചനങ്ങളായിട്ട് കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നത്.
ഇതേപോലെയുള്ള വേറെയും പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ കാര്യം സത്യമല്ലാത്തതുകൊണ്ട് അത് നിലനിൽക്കൂല. അപ്പോ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഭദ്രമായ ഒരു വാദഗതി എന്നുള്ള നിലക്ക് വേറെ ചിലതുമായിട്ട് വരും. അങ്ങനെയാണ് അദ്ദേഹം ഷായറാണ്, കവിയാണ് എന്നൊരു ആരോപണമായിട്ട് അവർ വന്നിട്ടുള്ളത്. വേറെ ഒരു ആരോപണം അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്നുള്ളതാണ്. അദ്ദേഹം ജാലവിദ്യ കാണിക്കുന്ന സാഹിറാണ് എന്നതൊക്കെയായിരുന്നു അവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ. കാരണം ഈ ആരോപണങ്ങൾ ശരിക്കും ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവര് ബോധ്യത്തോടു കൂടി പറയുന്ന കാര്യങ്ങളല്ല. ആ സമയത്ത് അവര് നേരിടുന്ന വെല്ലുവിളിയെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് മക്കയിലെ ഈ പ്രതിയോഗികളുടെ കൂട്ടത്തിലുള്ള പലരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അത് ആ നിലയ്ക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടോ ബോധ്യപ്പെട്ടുകൊണ്ടോ പറയുന്ന കാര്യമല്ല എന്നുള്ള നിലക്ക് തന്നെയാണ് ഖുർആൻ അതിനോട് പ്രതികരിക്കുന്നത്. അതിനെ നിഷേധിക്കുകയാണ് ഒന്നാമതായി. അതിന് തെളിവ് എണ്ണി എണ്ണി അള്ളാഹു അവതരിപ്പിക്കേണ്ട കാര്യമില്ല. സത്യസന്ധതയുള്ള ഏത് മനുഷ്യനും ഈ കാര്യം വിലയിരുത്തിയാൽ ബോധ്യപ്പെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് പറയുന്ന കാര്യങ്ങളുടെ ഭാഷയും ശൈലിയും അതിന്റെ ആശയങ്ങളും ഒക്കെ തന്നെ 40 വയസ്സെത്തുന്നത് വരെ ഇതുപോലെ ആയിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള ഇപ്പൊ ഒരു സാഹിത്യകാരന്റെ സാഹിത്യ രചനയും അതല്ലാത്ത കാഷ്വൽ ആയിട്ട് അദ്ദേഹം നടത്തുന്ന റിമാർക്സും ഒന്ന് ചേർത്ത് വെച്ചാല് ഒരുപാട് സാഹിത്യ രചനയുടെ നിലവാരത്തിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ നിത്യജീവിതത്തിലെ സംസാരത്തിൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ ചില പുസ്തകങ്ങള് ചില സാഹിത്യകാരന്മാരോടോ സാഹിത്യകാരികളോടോ ഒക്കെ വെറുതെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നത് രേഖപ്പെടുത്തിയിട്ട് പുസ്തകമാക്കിയതൊക്കെ കാണാൻ കഴിയും. ഇപ്പോ അഷിത എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കഥാകൃത്ത്, ഒരു നോവലിസ്റ്റ്, അവരുടെ രചനകളെ കുറിച്ചൊക്കെ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് അവരോട് സംഭാഷണം നടത്തിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അത് ഡോക്യുമെന്റ് ചെയ്തുകൊണ്ട് ഒരു പുസ്തകമായിട്ട് ഇന്ന് പുസ്തകശാലകളിൽ നമുക്ക് കാണാൻ കഴിയും. വായിച്ചു നോക്കിയാൽ നമുക്ക് അഷിതയുടെ രചനകളിൽ കാണുന്ന പല ആശയങ്ങളും നിലപാടുകളും അങ്ങനെയുള്ള സംഗതികളൊക്കെ അതിൽ കാണാൻ കഴിയും. അഷിത ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലക്കുള്ള അവരുടെ ശൈലി ഒരുപാട് ഈ കാഷ്വലായ സംസാരത്തിലും കാണാൻ സാധിക്കും. ഭാഷാപരമായിട്ട് അതുപോലെ ശൈലീപരമായി നിലപാടുകള് ആശയപരമായിട്ടുള്ള എവിടെയാണ് ഉള്ളത് എൻകറേജ് എന്നുള്ളത് ഇതൊക്കെ വെളിപ്പെടുന്നതാണ് ഈ കാഷ്വലായ സംസാരം. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിൽ ഒരുവനായിട്ട് 40 വർഷം ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ വെളിപാടുകളായിട്ട് അദ്ദേഹം അവരെ കേൾപ്പിച്ച സംഗതികളുമായി സാദൃശ്യമുള്ള അല്ലെങ്കിൽ അവയോട് സമാനതയുള്ള എന്തെങ്കിലുമായിരുന്നോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ ഖുർആന്റേത് പോലെയുള്ള ഒരു ഭാഷ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇന്നും പരിശോധിക്കാവുന്ന ഒരു കാര്യം ഈ ഖുർആനുള്ള വിശദീകരണമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സംസാരങ്ങൾ പിൽക്കാലത്തെ ഹദീസ് എന്ന പേരിൽ കമ്പൈൽ ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. അത് ആ സംസാരം പോലും ശൈലിയിലും അതിന്റെ സ്വഭാവത്തിലും ഒക്കെ ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര വ്യത്യസ്തമായതാണ് എന്നത് നമുക്ക് അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും. ഒരിക്കലും തന്നെ ഖുർആൻ പോലെയല്ല, ഖുർആന്റെ ശൈലിപരമായ ഗാംഭീര്യമോ ഒന്നുമുള്ള സംഗതികളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലയ്ക്ക് ഇതിനുള്ള വിശദീകരണമായിട്ട് സംസാരിച്ചതും പറഞ്ഞതും ഇടപെട്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ഈ തൻസീൽ ദൈവികമാണ് എന്നതിന് ഈ ആളുകള് സത്യസന്ധതയോടുകൂടി അതിനെ ഒന്ന് നോക്കി കാണുക മാത്രമേ വേണ്ടതുള്ളൂ, അല്ലാത്ത തെളിവ് ആവശ്യമില്ല എന്ന നിലക്കാണ് അള്ളാഹു കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്. നാം യഖൂലൂന ഇഫ്തറാഹു, ഇത് അദ്ദേഹം ചമച്ചുണ്ടാക്കിയതാണ് എന്നാണോ ഇവര് പറയുന്നത്? എന്നാല് ബോധ്യപ്പെടണമെങ്കിൽ ബോധ്യപ്പെട്ടോളൂ. ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക, ഇത് നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. വെറുതെ അവതരിപ്പിക്കപ്പെട്ട ഒരു സംഗതിയുമല്ല. എന്തിനു വേണ്ടിയാണത്?
സ്വദേശപരമായ ഒരു അവതരണമാണത്. ലിതുന്ദിറ ഖൗമൻ, ഒരു സമൂഹത്തിന്, ഒരു ജനതക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ ഇത് വെറുതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച കാര്യങ്ങൾ അല്ല, മറിച്ച് ഒരു സമൂഹത്തിന് താക്കീത് നൽകാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക വചനങ്ങൾ തന്നെയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ ആണ് എന്ന് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളത് ചുറ്റുപാടും പരിസരവും ഒക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ബോധ്യപ്പെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, സ്വന്തം നിലക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, അതിന്റെ ശൈലി വ്യത്യസ്തമാണ്. രണ്ടാമത്, അതിന്റെ ആശയങ്ങളും ഉള്ളടക്കവും ഒരു മനുഷ്യനും സ്വന്തം നിലക്ക് പറയാൻ കഴിയുന്ന സംഗതികളേ അല്ല. 1500 വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ട് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ പോലും ഇതുപോലെ ഒരു സംഗതി പറയാൻ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് ഇക്കാര്യം ദൈവികമാണ്, ദൈവികമായിട്ടുള്ള അവതരണമാണ് എന്നത് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് അള്ളാഹു വ്യക്തമാക്കുകയാണ്. ലിതുന്ദിറ, താങ്കൾ താക്കീത് നൽകാൻ വേണ്ടിയാണ്. ആർക്കാണ്? ഖൗമൻ, ഒരു ജനതക്ക്. മാ അതാഹും മിൻ നദീരിൻ, അവരിലേക്ക് ഒരു താക്കീതുകാരനും എത്തിയിട്ടില്ല, ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു സമൂഹം, തീർത്തും അജ്ഞതയിലും അന്ധകാരത്തിലുമായിട്ട് കഴിയുന്ന ഒരു കൂട്ടർ, അവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ദൈവിക അവതരണം ഉണ്ടായിട്ടുള്ളത്. അത് സത്യമാണ്, പ്രപഞ്ചങ്ങളുടെ നാഥനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന സത്യമാണ്. മാ അതാഹും മിൻ നദീരിൻ, ഒരു താക്കീതുകാരനും അവരിലേക്ക് വന്നിട്ടില്ല. മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പായിട്ട്, താങ്കൾക്ക് മുമ്പായി ഒരു താക്കീതുകാരനും അവരിലേക്ക് വന്നിട്ടില്ല. എന്തിനാണത് അവതരിപ്പിച്ചിട്ടുള്ളത്? ഈ സമൂഹത്തിന് താക്കീതുകാരനും വന്നിട്ടില്ല, അവരിലേക്ക് അവർക്കുള്ള താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ്. എന്തിന്? ലഅല്ലഹും യഹ്തദൂൻ, അവരൊരു പക്ഷേ സന്മാർഗികളായെങ്കിലോ എന്ന നിലക്കാണ്. ഈ സമൂഹത്തിന് ഒരു താക്കീതുകാരൻ വന്നാൽ, കാര്യങ്ങൾ അവരെ ഉണർത്തിയാൽ, കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കി കൊടുത്താൽ, അവര് സന്മാർഗം അവലംബിക്കുന്നവരായി മാറിയെങ്കിലോ, ഇതാണ് താല്പര്യം. അള്ളാഹു വ്യക്തമാക്കുന്ന അതാണ്. മക്കയിലെ ആളുകള് ആ ഘട്ടത്തില് അവരിലേക്ക് ഒരു താക്കീതുകാരൻ വന്നിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും ഒരു എതിർപ്പും പറയാനില്ല. നൂറ്റാണ്ടുകളായിട്ട് ദൈവിക മാർഗദർശനത്തിന്റെ സന്ദേശം അവരെ കേൾപ്പിക്കാനായിട്ട് ഒരാളും അവിടെ വന്നിട്ടില്ല. ഒരുപക്ഷെ വളരെ പൗരാണികമായ കാലത്ത് ഹൂദ് അലൈഹിസ്സലാമും അതുപോലെ തുടർന്ന് സാലിഹ് അലൈഹിസ്സലാമും, പിന്നീട് ഏകദേശം ഒരു രണ്ടര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും ഒക്കെയാണ് മക്കയുമായി ബന്ധമുണ്ടായിരുന്ന ദൈവിക ആശയങ്ങളുമായി കടന്നു വന്ന പ്രവാചകന്മാരായിട്ടുള്ളത്. പിന്നീട് മൂസ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും അതിന്റെ അല്പം മുമ്പും ഒക്കെ ആയിട്ട് സമീപ പ്രദേശമായ ഒരു നാട്ടിലും മദിയനിൽ ഷുഐബ് അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ സമീപ ഭൂപ്രദേശങ്ങളായ ഷാം, സിറിയ, ഫലസ്തീൻ, ജോർഡാൻ പോലെയുള്ള പ്രദേശങ്ങളിലേക്കായിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന പ്രവാചകന്മാർ യഹൂദ സമൂഹത്തിലേക്ക്, ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന സുലൈമാൻ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് അലൈഹിസ്സലാം, അങ്ങനെയുള്ള പ്രവാചകന്മാർ, ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരുടെ സന്ദേശങ്ങളുടെയൊക്കെ അലയൊലികള് മക്കയിലും ഉള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു സമൂഹം എന്നുള്ള നിലക്ക് ദീർഘമായൊരു കാലം അന്ധകാരത്തില് കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ സമൂഹത്തിലേക്കുള്ള ഒരു താക്കീതുകാരൻ ആയിട്ടാണ് ഈ ദൈവിക വെളിപ്പാടുകളുമായിട്ട് താങ്കളെ നിയോഗിച്ചിരിക്കുന്നത്. അത് മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് അവർക്ക് ഒരു നദീറും ഒരു താക്കീതുകാരനും വന്നിട്ടുണ്ടായിരുന്നില്ല
എന്ന അവസ്ഥയാണുള്ളത്. ലഅല്ലഹും യഹ്തദൂൻ, അവര് സന്മാർഗികളാവട്ടെ എന്ന നിലക്ക്. അപ്പൊ ഈ ആളുകൾക്ക്, മക്കയിലെ അതുപോലെ ചുറ്റുപാടും ഒക്കെയുള്ള ആളുകൾക്ക് സന്മാർഗം ഉണ്ടാവട്ടെ, ലഭിക്കട്ടെ എന്ന നിലക്ക് അവരിലേക്കൊരു താക്കീതുകാരനായിട്ട് താങ്കൾ നിയോഗിക്കപ്പെട്ട ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ദൈവിക വെളിപ്പാടുകൾ അവതരിപ്പിക്കപ്പെടുന്നത് എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം. ആ ആവശ്യത്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ദൈവികമായ വെളിപാടാണ്, പ്രപഞ്ചങ്ങളുടെ നാഥനായ റബ്ബിൽ നിന്നുള്ളതാണ് എന്നതാണ് വളരെ വ്യക്തതയോടുകൂടി വെട്ടിത്തുറന്ന് അള്ളാഹു ഇവിടെ പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇന്നോ ഇന്നലെയോ അല്ല നിങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് വളരെ സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെയോ അല്ലെങ്കിൽ ഭാഷണങ്ങളൊന്നും ശൈലിയിലല്ല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മനുഷ്യനും സ്വന്തമായിട്ട് രചിച്ച് ജനങ്ങളെ കേൾപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അങ്ങനെയുള്ള ഒരു ഉള്ളടക്കമല്ല ഇതിലുള്ളത് എന്നതൊക്കെയാണ് അള്ളാഹു ഇവിടെ അവരെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോ ബാക്കി കാര്യങ്ങള്, അതിന്റെ വിശദാംശങ്ങൾ, അതിനുള്ള പിൻബലമായിട്ടുള്ള ആർഗ്യുമെന്റ്സ്, അത് ഈ ആയത്തുകൾ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ സ്വാഭാവികമായി തന്നെ രൂപപ്പെട്ടു വരും. അതുകൊണ്ടാണ് പിൻബലമായിട്ടുള്ള വിശദാംശങ്ങളൊന്നും ഇവിടെ നൽകപ്പെടാതിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ പല കാര്യങ്ങളും അങ്ങനെയാണ്. അത് മനുഷ്യന്, അതിന്റെ കേൾക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്ക്, അനുവാചകർക്ക് അവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന ആലോചനകൾ വെച്ചുകൊണ്ട് ഈ ആശയങ്ങളുടെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ റീഡർ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അതിന്റെ ഹയസ്റ്റ് ഡിഗ്രിയിൽ, ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഉണ്ടാവേണ്ട ഒരു ശൈലിയാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഒരിക്കലും തന്നെ ഒരു കഥ വായിക്കുന്ന ആലസ്യത്തിൽ അങ്ങ് വായിച്ചു പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല വിശുദ്ധ ഖുർആൻ. വായിക്കുന്നവന്റെ അല്ലെങ്കിൽ അനുവാചകന്റെ, കേൾക്കുന്നവന്റെ പൂർണ്ണമായ മനസാന്നിധ്യത്തോടു കൂടി അതിൽ ഇൻവോൾവ് ആയിട്ട് പറയുന്ന ഒരു കാര്യത്തിനോട് അവന്റെ നേരത്തെയുള്ള ജ്ഞാനം ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ഈ വായനയുമായിട്ട് അല്ലെങ്കിൽ ഈ ഖുർആൻ ആയാത്തുകളെ കേൾക്കുന്ന അനുഭവവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ട് വളരെ ലളിതമായ ശൈലിയിൽ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് കാര്യങ്ങൾ അങ്ങനെ ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ട് അങ്ങ് വിടാൻ പറ്റുന്ന ഒരു ശൈലിയല്ല ഇതിനുള്ളത്. ഇത് വായനക്കാരന്റെ മനസാന്നിധ്യം തീർച്ചയായിട്ടും ഇതിൽ ആവശ്യമുണ്ട്. ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വായനക്കാരന് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് സ്വന്തം നിരീക്ഷണത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ അതിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് അവന്റെ ഈ ആയാത്തുകളുടെ ഗ്രാഹ്യം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് എന്നത് വിശുദ്ധ ഖുർആന്റെ ശൈലീപരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോ സൂറത്തു സജദയില് ഞാൻ സൂചിപ്പിച്ച വിധത്തില് ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് സൂറത്തിന്റെ ഒരു തുടക്കം എന്നുള്ള നിലക്കുള്ള കാര്യങ്ങളാണ് ഈ തുടക്കത്തിലുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു സജ്ജതയിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.